ടമാർ പട്ടാർ ഒരു നീണ്ട വെടിയൊച്ച, സ്ക്രീനിന് മുന്നിലിരിക്കുന്ന പ്രേക്ഷകനെ ലക്ഷ്യമാക്കി വരുന്ന വെടിയുണ്ടകൾ. ഒറ്റയടിക്ക് കൊന്നോളൂ, പക്ഷേ 2.5 മണിക്കൂർ ഇങ്ങനെ തുരതുരാ വെടിവെച്ച് കൊല്ലണോ? ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് എന്ന ടാഗ് ലൈനു പകരം വേസ് കോമാളി സർക്കസ് എന്നോ മറ്റോ ആക്കി ഈ സിനിമ ഇറക്കുന്നതായിരുന്നു കൂടുതൽ ഉചിതം. ഒരിക്കലും ഒരു സിനിമയെയും കണ്ണടച്ച് വിമർശിക്കരുത്. പക്ഷേ ഈ ചിത്രം കൺതുറന്ന് കണ്ടവർക്കാർക്കും ദഹിക്കില്ല സ്ക്രീനിൽ ഇറങ്ങിയേറുന്ന സർക്കസുകൾ. ജമ്പർ തമ്പിയായി ബാബുരാജും ട്യൂബ്ലൈറ്റ് മണിയായി ചെമ്പൻ വിനോദും ഞാണിന്മേൽ കളി നടത്തുന്ന ആദ്യ പകുതി. ഈ കളിക്കിടയിൽ നൂൽപാലത്തിനുള്ളിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുന്നത് പാവം പ്രേക്ഷകനാണ്. ആദ്യ പകുതിക്ക് തിരശ്ശീല വീഴുന്നതിന് തൊട്ടുമുൻപ് പൃഥ്വിരാജ് എത്തുന്നു. പിന്നീട് ഈ മൂവർ സംഘത്തിന്റെ മാറി മാറിയുള്ള പ്രകടനം. ഇനി വലിയ കഥയൊന്നും സിനിമയ്ക്കില്ല. തെരുവ് സർക്കസുകാരനായ ജമ്പർ തമ്പിയും ട്യൂബ്ലൈറ്റ് മണിയും വിധിയുടെ വിളയാട്ടത്തിനൊടുവിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് ഇരുവരുടെയും കസർത്ത് ഒരുമിച്ചാകുന്നു. ഇതിനിടയിലേക്ക് പൗരൻ IPS കടന്നു വരുന്നു. ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം. കാണണമെന്ന് അത്ര നിർബന്ധമുള്ളവർക്ക് മാത്രം. തിരുവനന്തപുരം സ്ലാങ്ങുകാരനായ പൗരനായി പൃഥ്വി ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ബാബുരാജും ചെമ്പൻ വിനോദും തങ്ങളുടെ ഭാഗങ്ങൾ നന്നാക്കിയെങ്കിലും മുൻ ചിത്രങ്ങളിൽ പ്രേക്ഷകനെ ചിരിപ്പിച്ചതുപോലെ ഇത്തവണ ആസ്വാദകനെ കയ്യിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ശ്രിന്റെയും സാമാന്യം നന്നായി അഭിനയിച്ചപ്പോൾ മണിയമ്പിള്ള രാജു, കോട്ടയം റഷീദ്, മഞ്ജു, ഇർഷാദ് തുടങ്ങിയവരും തങ്ങളുടെ ഭാഗങ്ങൾ നന്നാക്കി. തിരക്കേടില്ലാത്ത ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ബിജുപാൽ ഒരുക്കി. ഒരു താടിക്കഥയാണ് ഈ ചിത്രമെന്നാണ് അണിയറക്കാർ പറയുന്നത്. പക്ഷേ അത് എന്തടിസ്ഥാനത്തിലാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. സാൾട്ട് ആൻഡ് പെപ്പർ, 22 ഫീമെയിൽ കോട്ടയം തുടങ്ങിയ സിനിമകളുടെ രചയിതാക്കളിൽ നിന്നും മലയാളി പ്രേക്ഷകൻ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. നല്ല ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് അഭിനയിച്ച് തുടരെ വിജയങ്ങൾ കൈവരിച്ച പൃഥ്വിരാജ് എന്തടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചെന്നത് പോലും മനസ്സിലാകുന്നില്ല. തിരക്കഥയെ കുറ്റം പറയുന്നില്ല, അതുകൊണ്ട് സംവിധാനത്തിന് നേരെയും കണ്ണടയ്ക്കുന്നു. ഒരു പ്രത്യേകതകളും എടുത്തു പറയാനില്ലാത്ത ഒരു സിനിമ. ഒന്നും വേണ്ട, എന്നാലും ഈ സിനിമ കണ്ടേ തീരൂ എന്നുള്ളവർക്ക് ടമാർ പട്ടാർ കാണാം. അല്ലാതെ സിനിമ കണ്ടു ചിരിക്കാനോ പൃഥ്വിരാജ് ആരാധകനായി കോൾമേൽ കൊള്ളാനോ അതുമല്ല വെറുതെ നേരം കളയാനോ ആണെങ്കിൽ പോലും ദയവ് ചെയ്ത് കാണരുത് ഈ സർക്കസ് കോമാളിത്തരം. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.